താരസംഘടനയായ അമ്മയിൽ ഇപ്പൊ മുഴുവനും പ്രശ്നങ്ങളാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ വാർത്തകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ കൂടുമ്പോൾ അല്ലെങ്കിൽ ഒരു മണിക്കൂർ കൂടുമ്പോൾ അമ്മ സംഘടനയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ നമ്മൾ വായിക്കാറുണ്ട് അല്ലെങ്കിൽ കേൾക്കാറുണ്ട്. ഇതിന്റെ തുടക്കം നമുക്കറിയാം. ഹൻസിബ ജോയിന്റ് സെക്രട്ടറി ആയിരുന്ന ഹൻസിബ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് രാജിവെച്ചിരുന്നു. ആഴ്ചകൾക്ക് മുമ്പ് രാജിവെച്ച് പോയി. ഹൻസിബ ഒരു ആരോപണമൊക്കെ ആയിട്ട് വന്ന് മാധ്യമങ്ങളെ കണ്ടു. ടിനി ടോമിനെതിരെയും പിന്നെ പരോക്ഷമായിട്ടാണെങ്കിലും പ്രസിഡന്റ് ശ്വേതാ മേനോനെതിരെയും പിന്നെ കുക്കു പരമേശ്വരൻ സെക്രട്ടറിക്കെതിരെയൊക്കെ ആയിട്ട്. അതിനു മുമ്പ് നമുക്കറിയാം അവിടുത്തെ ഒരു സ്റ്റാഫിനെ പറഞ്ഞു വിട്ടു. ആ സ്റ്റാഫ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ഉണ്ണീഷ് ശിവപാലിനെതിരെയും സെക്രട്ടറിക്കെതിരെയൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ നമ്മൾ അതുമായി ബന്ധപ്പെട്ട് ഒരു എപ്പിസോഡ് നമ്മൾ ചെയ്തിരുന്നു. അപ്പൊ അമ്മ സംഘടനയിലെ പ്രശ്നങ്ങൾ ശരിക്കും ഇപ്പോൾ എപ്പോഴും പ്രശ്നങ്ങളുണ്ട് അമ്മ സംഘടനയിൽ. പക്ഷെ ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ശരിക്കും ഒരു നാണക്കേട് തന്നെയാണ്. ആ ഒരു നാണക്കേട് ഇപ്പോഴത്തെ അവരുടെ ഒരു കമ്മിറ്റിക്ക് തന്നെയാണ്. ഒരു പ്രസിഡന്റ് മുതൽ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് വരെയാണ് പ്രശ്നങ്ങൾ. കാരണം കമ്മിറ്റിക്കകത്തുള്ള അല്ലെങ്കിൽ ഭാരവാഹികൾ തമ്മിലുള്ള തമ്മിലടിയാണ് ഇപ്പോൾ പുറത്തായിരിക്കുന്നത്. മുമ്പൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ആ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ പൊതുവെ അമ്മ സംഘടന ഒരുമിച്ച് നിന്ന് അതിനെ നേരിടുകയാണ്. അല്ലെങ്കിൽ അവരൊരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും കരിവാരി തേക്കലും നമ്മൾ വളരെ അപൂർവമായിട്ടേ കണ്ടിട്ടുള്ളൂ. ഇപ്പോൾ എല്ലാത്തിനും അഭിപ്രായങ്ങൾ പൊതുവെ പറയുന്ന ഒരുപാട് മറ്റു താരങ്ങളുണ്ട്. അവരെല്ലാം വളരെ വിഷമത്തോടു കൂടി അല്ലെങ്കിൽ ചിലവർ പൊട്ടിത്തെറിച്ചിട്ടൊക്കെ ഉണ്ട്. ഇപ്പോ മല്ലിക സുകുമാരൻ, നമുക്കറിയാം മല്ലിക സുകുമാരൻ എപ്പോഴും അമ്മ സംഘടനയുടെ നല്ല കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും അമ്മ സംഘടനയുടെ മോശം കാര്യങ്ങളെ കുറിച്ച് തുറന്നു പറയുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. സുകുമാരൻ എന്ന് പറഞ്ഞ അവരുടെ ഭർത്താവിനെ പണ്ട് അമ്മ സംഘടന ഒതുക്കിയ സമയത്തും അതിനുശേഷം പൃഥ്വിരാജിന് ഒരു വിലക്ക് വന്നതിനെ കുറിച്ചൊക്കെ അവര് വളരെ തുറന്നു തന്നെ അവര് സംസാരിച്ചിട്ടുണ്ട്. നമ്മൾ സുകുമാരനെ കുറിച്ചായിരുന്നു നമ്മൾ ഒരു എപ്പിസോഡ് ചെയ്തിരുന്നത്. അന്ന് സുകുമാരൻ അമ്മ സംഘടനയിൽ നിന്ന് വിലക്കിയതിനെ കുറിച്ച്, ആരാണ് അതിന്റെ പിന്നിൽ കളിച്ചതിനെ കുറിച്ച്, പഴയ സംവിധായകൻ പി ചന്ദ്രകുമാർ തുറന്നു പറഞ്ഞതിനെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മല്ലിക സുകുമാരൻ പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത് ഈ പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അവർ പറഞ്ഞ പുറത്തിറങ്ങിയ ആളുകൾ ചോദിക്കുന്നു എന്തൊരു നാണക്കേടാണ്, വളരെ മോശമായിട്ടാണ് അത്. സംഘടനകത്ത് ഇങ്ങനെയൊക്കെയാണോ നടക്കുന്നത്, എന്തൊക്കെ മോശം പ്രവണതകളാണ് നടക്കുന്നതെന്ന് അവർ പറയുന്നത്. അവർ പറഞ്ഞ പണ്ടൊക്കെ ഒരു 5 ക്യാമറ 6 ക്യാമറ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ അമ്മയുടെ ഓഫീസിൽ ഒരു 10-30 ക്യാമറകളാണ് നിൽക്കുന്നത്. ബാത്റൂമിലേക്ക് പോകുന്ന ഇടവഴിയിൽ വരെ ക്യാമറ. എന്താണത്? ഒരു 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 സുരക്ഷിതത്വമില്ല അല്ലെങ്കിൽ പ്രൈവസി ഇല്ലാത്ത ഒരു രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അവർ പറഞ്ഞത്. പിന്നെ അവർ പറഞ്ഞത് മെഗാസ്റ്റാറുകൾ മമ്മൂട്ടി മോഹൻലാലിനെ തന്നെ ഉദ്ദേശിച്ചിരിക്കും. മുതിർന്ന താരങ്ങൾ എന്തുകൊണ്ട് ഇത് ചോദിക്കുന്നില്ല? പിന്നെ പറഞ്ഞാൽ അവര് തന്നെ എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അവർ ചോദിക്കാത്തതായിരിക്കാം എന്ന് അവർ പറഞ്ഞത്. എന്നിട്ട് അവർ പറഞ്ഞു എക്സിക്യൂട്ടീവ് കമ്മിറ്റി പിരിച്ചുവിടണം, ഇത് വളരെ നാണക്കേടാണ്, എക്സിക്യൂട്ടീവ് കമ്മിറ്റി പിരിച്ചുവിട്ടിട്ട് പുതിയൊരു കമ്മിറ്റിയാണ് രൂപീകരിക്കേണ്ടതാണ് അവർ പറഞ്ഞത്. പിന്നെ ടിനി ടോമുമായി ബന്ധപ്പെട്ട ഒരു വിവാദത്തിൽ അവർ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. ഈ ഒരു ഇലക്ഷനൊക്കെ മുമ്പ് ഹൻസിബയും സരയും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ വേണമെന്ന് ഒരിക്കൽ ടിനി ടോം തന്നെ ഇവരോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ അതേ ഹൻസിബ തന്നെയാണ് ടിനി ടോം ഇവർക്കെതിരെ സംസാരിച്ചു എന്നൊക്കെ പറയുന്നത്. അപ്പോൾ സത്യം എന്തായാലും പുറത്തു വരണം എന്ന് തന്നെയാണ് അവർ പറയുന്നത്. മാലാപാർവതി ഇതുപോലെ പറഞ്ഞിരിക്കുന്നത് വരവ് ചെലവ് കണക്കുകൾ പുറത്തുവിടണം, കാരണം ഇത് സുതാര്യമായിരിക്കണം കുറച്ചും കൂടി എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പിന്നെ അവരും ഈ ട്രഷറർ ഉണ്ണീഷ് ശിവപാലിനെതിരെയാണ് അവർ സംസാരിച്ചിരിക്കുന്നത്. അവർ പറഞ്ഞു ഉണ്ണീഷ് ശിവപാലിന് ഒരു പ്രത്യേക റൂം കൊടുത്തു ഈ കണക്കും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കാൻ. പക്ഷെ അവർ അതൊന്നും, അതായത് ഒരു ഇൻഡയറക്ട്ലി ഉണ്ണീഷ് ശിവപാലിനും ഒരു ഒരു അവർക്കെതിരെയും അദ്ദേഹത്തിനെതിരെയും ഒരു മോനെ വെച്ചൊരു സംസാരമാണ് മാലാപാർവതി പറഞ്ഞത്. പിന്നെ ഈ ദീദി ദാമോദരൻ, അവർ WCCയുടെ ഭാഗമാണ്. അവരും ഇപ്പൊ അൻസിബയെ സപ്പോർട്ട് ചെയ്തവരാണ്. അവരെന്നും അമ്മ സംഘടനയ്ക്ക് എതിരെ സംസാരിച്ചവരാണ് ഈ WCC ഒക്കെ അതിലെ ഭാരവാഹികൾ. ഇപ്പൊ അവർ പറഞ്ഞ അതിജീവിതക്കെതിരെ നമ്മുടെ കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ടാണ് അവർ പറഞ്ഞത്. അതിജീവിതയ്ക്ക് ഒരിക്കൽ തിരിച്ചു കൊണ്ടുവരാനോ അല്ലെങ്കിൽ സംഘടനയിൽ അതിജീവിതയ്ക്ക് സപ്പോർട്ട് നൽകി അമ്മ സംഘടനയിൽ നിന്ന് പുറത്തു പോയവരെ തിരിച്ചു കൊണ്ടുവരാൻ അമ്മ സംഘടനയ്ക്ക് ഇതുവരെ പറ്റിയിട്ടില്ല. ഇപ്പൊ അൻസിബേനെയും അവരൊരു സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവർ സ്ത്രീ സംഘടനയായതുകൊണ്ട് സ്ത്രീകളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു. എനിക്ക് വളരെ പക്വതയാർന്ന എനിക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ പ്രസ്താവനകൾ എനിക്ക് ഫീൽ രമേശ് പിഷാരട്ടാണ്. അദ്ദേഹം എന്നും വളരെ പക്വതയാർന്ന് സംസാരിക്കുന്ന വ്യക്തിയാണ്. ഇന്ന് അദ്ദേഹം ഒരു MLA കൂടിയാണ്. അദ്ദേഹം കഴിഞ്ഞ പ്രസ് മീറ്റിൽ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്. അതായത് നമ്മൾ കൊച്ചിയിലൊക്കെ ചില റെസിഡന്റ് അസോസിയേഷനുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ആ റെസിഡന്റ് അസോസിയേഷനിലുള്ള അത്ര പോലും ആളുകൾ ശരിക്കും അമ്മയിലില്ല. ഒരു 500ഓളം പേരെ അമ്മ സംഘടനയിലുള്ളൂ. എന്നിട്ട് പോലും ഇത് ചർച്ചയാവുന്നത് സിനിമാക്കാരായതുകൊണ്ടാണ്. എന്നിട്ട് അവർ പറഞ്ഞു ഇത് പുറത്തുള്ള ആളുകൾക്ക് ചിരിക്കാനും അവർക്ക് അതൊരു കോമഡി കണ്ടന്റ് ആക്കി മാറ്റാനും ആക്കരുത്, അങ്ങനെ നിങ്ങൾ ചെയ്യരുത്. ഇത് അമ്മ സംഘടന ഉള്ളത് അമ്മയുടെ അകത്ത് തന്നെ തീർക്കണം. ഞാൻ പലവരെയും വിളിച്ച് ഇവര് പറഞ്ഞു അൻസിബേനെയും ടിനി ടോമിനെയും ഈ പറയുന്ന ശ്വേത മേനനെയും ഒക്കെ വിളിച്ച് സംസാരിച്ചു എന്നാണ് രമേശ് പിഷാരടി പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് ഇത് ഇനി ജനറൽ ബോഡിയിൽ ഡിസ്കസ് ചെയ്ത് തീർക്കട്ടെ എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അത് വളരെ
ന്യായമായ ഒരു കാര്യം തന്നെയാണ് അദ്ദേഹം പറയുന്നത്. കാരണം പലപ്പോഴും ഈ പ്രശ്നങ്ങൾ വരുമ്പോൾ എന്തിനാണ് ഇത് പുറത്തേക്ക് പോകുന്നത്? അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ പുറത്ത് ചർച്ച ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ചെയ്യേണ്ടത്. ഇപ്പോ അൻസിബ ഒരു ആരോപണം ഉന്നയിച്ചു, അതിന് മറുപടി ടിനി ടോം പറഞ്ഞു, അത് ഓക്കെ. പക്ഷെ ഇവർ രണ്ടുപേരും അല്ലാതെ അല്ലെങ്കിൽ അൻസിബ ആരോപണം ഉന്നയിക്കുന്ന ടിനി ടോമോ കുക്കി പരമേശ്വരനോ ശ്വേതാ മേനനോ വേണമെങ്കിൽ ഒരു മറുപടി കൊടുക്കാം. പക്ഷെ ഇവരൊന്നും അല്ലാത്ത ആളുകൾ, ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലോ അല്ലെങ്കിൽ ഈ ഭാരവാഹികളല്ലാത്ത ആളുകൾ, താരസംഘടനയിലുള്ള മറ്റുള്ള ആളുകൾ പുറത്തു വന്ന് അവരിതിനെതിരെ സംസാരിക്കുന്നത് വളരെ ഒരു ആവശ്യമില്ലാത്തൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം അപ്പോഴാണ് അത് എരുതിയിൽ എണ്ണ ഒഴിക്കുന്നത്. ചിലപ്പോൾ ഒരു ഇപ്പൊ നടൻ കൃഷ്ണയൊക്കെ വന്നതിനെതിരെ സംസാരിച്ചിട്ടുണ്ട്. എനിക്കൊന്ന് അദ്ദേഹം അൻസിബയെ സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിച്ചു. പക്ഷെ അത് കൃഷ്ണ സംസാരിച്ചു. അപ്പോൾ എനിക്കൊന്ന് ഒരു ചാനൽ മാത്രമല്ല, പല 2-3 ചാനലിൽ ഞാൻ കൃഷ്ണയുടെ അഭിമുഖം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ബൈറ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഇപ്പൊ പറയരുത് എന്നുള്ളത് തന്നെയാണ് ഇപ്പൊ ശ്വേതാ മേനോൻ ഒരു പറഞ്ഞിട്ടുണ്ട്, പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്, ഇനി ആരും മാധ്യമങ്ങളുടെ മുൻപിൽ പോയിട്ടൊന്നും വർത്താനം പറയരുത്. എനിക്കൊന്ന് ജനറൽ ബോഡി മീറ്റിംഗ് വളരെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ആവാൻ പോവുകയാണ്. അപ്പോൾ അതുവരെ ആരും മിണ്ടരുത് എന്നൊക്കെയാണ് എല്ലാവരും ഇപ്പൊ ശ്വേതാ മേനോൻ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോ കൂടുതൽ ഒരു ചർച്ച എന്തൊക്കെ പറഞ്ഞാലും ഇപ്പൊ ആളുകൾ ഈ പറയുന്ന കൃഷ്ണയെ ഉൾപ്പെടെ അല്ലെങ്കിൽ മാലാപാർവതി ഉൾപ്പെടെയുള്ളവർ, അതായത് പല ഈ ഹൻസിബേനെയോ ടിനി ടോമിനെയോ ഒക്കെ സപ്പോർട്ട് ചെയ്ത് രണ്ട് ചേരിയിൽ നിന്ന് സംസാരിക്കുന്നവർ പോലും കോമൺ ആയിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നമ്മൾ ശരിക്ക് അത് ആലോചിച്ചേ പറ്റുള്ളൂ. കാരണം ഇടവേള ബാബു ഉണ്ടായിരുന്നപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നങ്ങളും ഇല്ലായിരുന്നു എന്നുള്ളത്. അദ്ദേഹത്തിന് എല്ലാം സോൾവ് ചെയ്യാൻ പറ്റിയിരുന്നു എന്നുള്ളത് നമുക്കറിയാം. ഇടവേള ബാബു അദ്ദേഹം 2000 മുതലൊക്കെ ശരിക്കും അദ്ദേഹം എക്സിക്യൂട്ടീവ് കമ്മിറ്റി, അമ്മ സംഘടന രൂപീകരിക്കപ്പെട്ടത് 94-ലാണ്. അന്ന് പ്രസിഡന്റ് MG സോമനായിരുന്നു, വൈസ് പ്രസിഡന്റ് മമ്മൂട്ടി മോഹൻലാലും ആയിരുന്നു, സെക്രട്ടറി ആയിട്ട് അന്ന് TP മാധവനായിരുന്നു, പിന്നെ വേണു നാഗവള്ളി ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു, ട്രഷററായിട്ട് ജഗദീഷ് ആയിരുന്നു, പിന്നീട് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ബാലചന്ദ്ര മേനോനും സുരേഷ് ഗോപി ഉൾപ്പെടെ ഒരുപാട് പേരുണ്ട്. 97 ആയി കഴിഞ്ഞപ്പോൾ 3 വർഷമാണ് ഓരോ കമ്മിറ്റിയുടെ ഭാരവാഹിത്വം. 97 ആയി കഴിഞ്ഞപ്പോൾ നമ്മുടെ സീനിയർ നടൻ മധു ആയിരുന്നു പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് സുരേഷ് ഗോപിയും രാജംബിദേവും, സെക്രട്ടറി ആയിട്ട് ബാലചന്ദ്ര മേനോൻ, രാഘവൻ, ഇവർ രണ്ടുപേരും കൂടിയായിരുന്നു അന്ന് സെക്രട്ടറി ആയിട്ട് ഉണ്ടായിരുന്നത്. പിന്നെ 2000 മുതൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ പ്രസിഡന്റ് ആയിട്ട് 2018 വരെ പ്രസിഡന്റ് ഇന്നസെന്റ് ആയിരുന്നു. പിന്നീട് ഇടവേള ബാബു പല ഇതിൽ അദ്ദേഹം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലും പിന്നീട് ജോയിന്റ് സെക്രട്ടറി ആയിട്ടും പിന്നെ സെക്രട്ടറിക്ക് ആയിട്ടും അങ്ങനെ ഒരുപാട് വർഷം അദ്ദേഹം ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അമ്മ സംഘടനയിലെ അതിലെ പ്രശ്നങ്ങൾ നമുക്ക് എടുത്ത് നോക്കാം. സംഘടനയിൽ ആദ്യം സുകുമാരനെ അവിടെ സംഘടന വിലക്കി എന്ന് പറയുന്ന ഒരു പ്രശ്നം വന്നു. അന്ന് സുകുമാരൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അവിടെ ഇപ്പുറത്ത് അമ്മ സംഘടന എല്ലാവരും ഒരുമിച്ച് നിന്നിട്ടുണ്ടായിരുന്നു. വേറെ വിവാദങ്ങളൊന്നും അന്ന് പിന്നെ ഇതുപോലെ സോഷ്യൽ മീഡിയ ഇല്ല. ഇത് കഴിഞ്ഞ് പിന്നീട് നമുക്കറിയാം 2004 താരസംഘടനയും പ്രൊഡ്യൂസർ അസോസിയേഷനുമായിട്ട് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ അന്ന് താരസംഘടനയുടെ ഒപ്പം നിൽക്കാതെ പ്രൊഡ്യൂസേഴ്സിനൊപ്പം നിന്ന് ഒരു സിനിമ ഓണാക്കിയ ആളുകളിൽ സപ്പോർട്ട് ചെയ്ത ഒരാളായിരുന്നു പൃഥ്വിരാജ്. എന്തായാലും സുരേഷ് കൃഷ്ണ ഉണ്ടായിരുന്നു, ലാലു ലക്സ് ഉണ്ടായിരുന്നു, ബാബുരാജ് ഉണ്ടായിരുന്നു. പിന്നീട് ഇവരെല്ലാം മാപ്പ് പറഞ്ഞു തിരിച്ചു കയറി. പക്ഷെ പിന്നെ പൃഥ്വിരാജൊക്കെ സംഘടനയുടെ ഒപ്പം തന്നെയായിരുന്നു. തിലകന് ഒരു വിലക്കുണ്ടായിരുന്നു. ഇതേപോലെ തന്നെ തിലകൻ മാപ്പ് പറയാത്തോണ്ട് തിലകനെ സിനിമകളിൽ നിന്ന് മാറ്റി എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ ഇന്നത്തെ പോലെ അന്നൊന്നും ഈ അങ്ങോട്ടും ഇങ്ങോട്ടും കരിവാരി തേക്കുന്ന ഒരു പരിപാടികൾ നമ്മൾ കണ്ടിട്ടില്ല. അതെങ്ങനെങ്കിലും അവർ തന്നെ സോൾവ് ചെയ്യാൻ അവർക്ക് സാധിച്ചിരുന്നു. 2020 എന്ന് പറയുന്ന ഒരു സിനിമ അമ്മ സംഘടനയുടെ നേതൃത്വത്തിൽ അന്ന് സിനിമ സംഭവിച്ചപ്പോൾ, അത് ദിലീപിന്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ഇന്നസെന്റ് ഇവരെല്ലാവരും ഒരുമിച്ച് നിന്നിട്ടാണ്. ഇന്ന് എനിക്ക് തോന്നുന്നു 2020 സിനിമ പോയിട്ട് ഒരു ഷോർട്ട് ഫിലിം പോലും ഇന്ന് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ലേ ഇതുപോലെ തമ്മിലടിയാണെങ്കിൽ. അവിടെയാണ് നമ്മൾ ഇന്നസെന്റിന്റെയും ഇടവേള ബാബുവിന്റെയും ഒരു പരിധി വരെ ദിലീപിന്റെ ഒക്കെ മിടുക്ക് നമ്മൾ കാണേണ്ടത്. കാരണം ദിലീപ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ഒരുപാട് കാലം ഭാരവാഹിത്വമുണ്ട്, ട്രഷറർ വരെയായിരുന്നു. അദ്ദേഹം അവിടുന്ന് രാജിവെക്കുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിനെ അവിടുന്ന് പുറത്താക്കിയെന്ന് അവർ പറയുന്നു. അദ്ദേഹം പറഞ്ഞു ഞാൻ രാജിവെച്ചിറങ്ങിയതാണെന്ന്. എന്തായാലും അന്നൊന്നും ശരിയാണ്, ദിലീപിനെ ആദ്യം ഇവര് രാജിവെച്ച അന്ന് ദിലീപിനെ അറസ്റ്റ് ചെയ്ത ദിവസം ഇവർ ദിലീപിനെ പുറത്താക്കി. പക്ഷെ ബൈലോ പ്രകാരം പുറത്താക്കാൻ പറ്റില്ല എന്നായിരുന്നു. പിന്നീട് അത് എനിക്ക് തോന്നുന്നത് അസാധുവാക്കുകയും പിന്നീട് ദിലീപ് തന്നെ രാജിവെച്ച് പുറത്തു പോവുകയും ചെയ്തത്. എന്തൊക്കെ പറഞ്ഞാലും ഇടവേള ബാബു എന്ന് പറയുന്ന ഒരു നടൻ എല്ലാം നോക്കി നിർത്തും. അദ്ദേഹം പലപ്പോഴും സംഘടനയിൽ നിന്ന് ഇറങ്ങണം എന്ന് പറഞ്ഞിരുന്നപ്പോൾ പോലും മമ്മൂട്ടി മോഹൻലാൽ ഉൾപ്പെടെയുള്ളവരെ പറഞ്ഞത് ബാബു വേണം, ബാബു നിൽക്കണമെന്നാണ്. ഇടവേള ബാബു അദ്ദേഹത്തിന്റെ പല ഇന്റർവ്യൂവിലും അദ്ദേഹം പറയാറുണ്ട് അദ്ദേഹത്തിന്റെ പേഴ്സണൽ ലൈഫിൽ ഒരു വലിയൊരു സമയം അദ്ദേഹം അതിന് വേണ്ടി സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഞാൻ കുറച്ച് കമന്റ് കണ്ടു, അദ്ദേഹത്തിന് അതിൽ കുറെ നേട്ടങ്ങളുണ്ടാവും. എന്ത് നേട്ടങ്ങൾ ഉണ്ടായാൽ പോലും അദ്ദേഹം നല്ല രീതിയിലാണ് അത് കൊണ്ടുവരുന്നത്. പിന്നെ കുറെ കമന്റുകൾ ഞാൻ കാണാം, ഈ സംഘടന എന്തിനാണ്, ജനങ്ങൾക്ക് എന്താണ് ഗുണം? ജനങ്ങൾക്ക് ഗുണമുണ്ട്. ഈ സംഘടന ഇവിടെ വെള്ളപ്പൊക്കം വന്നപ്പോഴും ഇവിടെ കോവിഡ് വന്നപ്പോഴും ഇവിടെ പല ദുരന്തങ്ങൾ വന്നപ്പോഴും ഈ സംഘടന ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ഈ സംഘടനയുടെ നേതൃത്വത്തിൽ സ്റ്റേജ് ഷോസ് നടത്തിയിട്ട് അതിന് കിട്ടുന്ന വരുമാനം സർക്കാരിന്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഇവർ ഇപ്പോഴും ഈ ക്യാമ്പുകളും പിന്നെ അതിലെ ഒരുപാട് അംഗങ്ങൾക്ക് കൈനീട്ടം കൊടുക്കുക എന്ന് പറയുന്നത്. ഇവിടെ
എനിക്ക് തോന്നുന്നു രമേശ് പിഷാരടി തന്നെയാണ് പറഞ്ഞത്, 500 പേരുണ്ടെങ്കിൽ ഗ്രൂപ്പ് ഫോട്ടോയിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ അതിലൊരു 200 പേർക്ക് പുതിയ ആളുകൾക്ക് പഴയ ആളുകളെ അറിയണമെന്നില്ല. പക്ഷെ ആ ഒരു 100 പേരിൽ താഴെ ആളുകൾക്ക് മാത്രമേ റെഗുലർലി വർക്കുള്ളൂ. ബാക്കി 400 പേര് മറ്റ് ജോലി എടുക്കുന്നവരും അതിലൊരു 200 250 പേരോ ഒരു ജോലിയും എടുക്കാതെ ഇരിക്കുന്നവരാണ്. ഇവർക്കൊക്കെ പെൻഷൻ കൊടുക്കുകയും മുടങ്ങാതെ മരുന്ന് വാങ്ങാനുള്ള പണം കൊടുക്കുകയും ചെയ്യുന്ന സംഘടനയാണ്. അതുകൊണ്ട് ജനങ്ങൾക്ക് എന്ത് നേട്ടം എന്നുള്ളതിന് അർത്ഥമില്ല. കാരണം മറ്റുള്ള സംഘടന, ഈ പറയുന്ന അമ്മ സംഘടനയെ കുറ്റം പറയുന്ന സംഘടനകൾ എത്ര നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അവർ വിവാദങ്ങൾ വരുമ്പോൾ പ്രസ്താവന ഇറക്കുന്നതല്ലാതെ വേറെ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഈ കമന്റ് ചെയ്യുന്നവരും ഒന്ന് ആലോചിച്ച് നോക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇടവേള ബാബുവും ഇന്നസെന്റും ഒക്കെ ഉണ്ടായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു സുതാര്യതയും അതേപോലെ തന്നെ ഒരു ഐക്യവും, പ്രശ്നങ്ങളെ സോൾവ് ചെയ്ത് ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ ഇവർക്കൊക്കെ അന്ന് സാധിച്ചിരുന്നു. ഇന്ന് വളരെ ഒരു എന്താ പറയുക, പക്വതയില്ലാത്ത രീതിയിലാണ് സംഘടനയുടെ പോക്ക്. ഇതെല്ലാം മാറ്റി എനിക്ക് തോന്നുന്നു അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ എക്സിക്യൂട്ടീവ് കമ്മിറ്റി പിരിച്ചുവിട്ടിട്ട് അതിൽ പക്വതയുള്ള ആളുകൾ വരട്ടെ, കുറച്ച് എനിക്ക് തോന്നുന്നു സീനിയേഴ്സ് കുറച്ച് വരട്ടെ. ഇത് സ്ത്രീകൾ തലപ്പത്ത് വരണമെന്ന് പറഞ്ഞ് മുറവിളി കൂട്ടിയിരുന്നതാണ്. ഇപ്പോൾ സ്ത്രീകൾ തന്നെ വന്നിട്ട് അവർ തമ്മിലാണ് അടി നടക്കുന്നത്. പക്ഷെ പുരുഷന്മാരുണ്ടായിരുന്നപ്പോൾ ഇതുപോലെ അടി ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് എനിക്ക് വ്യക്തമായിട്ട് തോന്നുന്നത്. നിങ്ങൾക്കെതിരെ അഭിപ്രായം ഉണ്ടായേക്കാം. പക്ഷെ എന്തായാലും ഒരു ഇടവള ബാബു, ഒരു ഇന്നസെന്റിനെയൊക്കെ പോലെ കൊണ്ടു നടക്കാൻ പറ്റുന്ന, സംഘടന നല്ല രീതിയിൽ കൊണ്ടു നടക്കാൻ പറ്റുന്ന കുറച്ച് മെച്ചുവേർഡ് ആയിട്ടുള്ള ആളുകൾ വരണമെന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾക്ക് നിങ്ങളുടെ എതിരഭിപ്രായമായാലും ഞാൻ പറഞ്ഞോട് യോജിക്കുമെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള നിങ്ങളുടെ അഭിപ്രായം നമുക്ക് രേഖപ്പെടുത്താം.